നമസ്കാരത്തെ സംബന്ധിച്ചുള്ള 40 ഹദീസ്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അല്ലാഹു തആല എൻ്റെ ഉമ്മത്തികൾക്ക് ആദ്യമായി ഫർളാക്കിയത് നമസ്കാരമാണ്. ഖിയാമത്ത് നാളിൽ ആദ്യമായി ഹിസാബ് ചെയ്യപ്പെടുന്നതും നമസ്കാരത്തെക്കുറിച്ചാണ്. 2, നമസ്കാരത്തെ സംബന്ധിച്ച് അല്ലാഹുവിനെ ഭയപ്പെടുവിൻ. നമസ്കാരത്തെ സംബന്ധിച്ച് അല്ലാഹുവിനെ ഭയപ്പെടുവിൻ. നമസ്കാരത്തെ സംബന്ധിച്ച് അല്ലാഹുവിനെ ഭയപ്പെടുവിൻ. 3, മനുഷ്യൻ്റെയും ഷിർക്കിൻ്റെയും ഇടയിൽ നമസ്കാരമാണ് മറയായിട്ടുള്ളത്. 4, ഇസ്ലാമിൻ്റെ അടയാളം നമസ്കാരമാണ്. ഏതൊരു മനുഷ്യൻ തൻ്റെ ഹൃദയത്തെ മറ്റു ചിന്തകളിൽ നിന്ന് ഒഴിവാക്കി സമയത്തെ ഗൗനിച്ച് മുസ്തഹബാത്തുകളെയും സൂക്ഷിച്ച് നമസ്കരിക്കുന്നുവോ അവൻ യഥാർത്ഥ മുഅ്മിനാണ്. 5, അല്ലാഹു സുബ്ഹാനഹു തആല ഈമാൻ, നമസ്കാരം എന്നിവയേക്കാൾ മഹത്തായ ഒരു കാര്യത്തെയും ഫർളാക്കിയിട്ടില്ല. ഇതിനേക്കാൾ മഹത്തായ മറ്റേതെങ്കിലും കാര്യം ഫർളാക്കിയിരുന്നുവെങ്കിൽ മലക്കുകളോട് അതുകൊണ്ട് കൽപ്പിക്കുമായിരുന്നു. മലക്കുകളിൽ ചിലർ രാപ്പകലില്ലാതെ റുക്കൂ ചെയ്തുകൊണ്ടിരിക്കുകയും ചിലർ സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. 6, നമസ്കാരം ദീനിൻ്റെ തൂണാണ്. 7, നമസ്കാരം ശൈത്താൻ്റെ മുഖം കറുപ്പിക്കുന്നു. 8, നമസ്കാരം മുഅ്മിനീൻ്റെ പ്രകാശമാണ്. 9, നമസ്കാരം ശ്രേഷ്ഠമായ ജിഹാദാണ്. 10, മനുഷ്യൻ നമസ്കാരത്തിൽ പ്രവേശിക്കുമ്പോൾ അല്ലാഹു പൂർണ്ണമായി അവനിലേക്ക് ശ്രദ്ധിക്കുന്നു. അവൻ നമസ്കാരത്തിൽ നിന്ന് വിരമിക്കുമ്പോൾ അല്ലാഹു അവനിൽ നിന്ന് തിരിയുന്നു. 11, ആകാശത്തു നിന്നും വല്ല ആപത്തുകളും ഉണ്ടാവുകയാണെങ്കിൽ പള്ളികളെ ഇബാദത്ത് കൊണ്ട് അലങ്കരിച്ചു കൊണ്ടിരിക്കുന്നവരിൽ നിന്നും അത് നീങ്ങിപ്പോകുന്നു. 12, മനുഷ്യൻ ഏതെങ്കിലും കാരണവശാൽ നരകത്തിലേക്ക് പോകേണ്ടി വന്നാൽ അവൻ സുജൂദ് ചെയ്ത സ്ഥാനങ്ങളെ നരകാഗ്നി തിന്നുന്നതല്ല. 13, സുജൂദ് ചെയ്ത സ്ഥാനത്തെ നരകാഗ്നിക്ക് അല്ലാഹു ഹറാമാക്കിയിരിക്കുന്നു. 14, അമലുകളിൽ അല്ലാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടത് കൃത്യസമയത്ത് നിർവഹിക്കപ്പെടുന്ന നമസ്കാരമാണ്. 15, മനുഷ്യൻ്റെ അവസ്ഥകളിൽ വെച്ച് അല്ലാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടത് അവൻ സുജൂദിൽ നെറ്റിത്തടത്തെ മണ്ണിൽ വെച്ചു കൊണ്ടിരിക്കുന്നതായി കാണുന്ന അവസ്ഥയാണ്. 16, മനുഷ്യൻ്റെയും അല്ലാഹുവിൻ്റെയും ഇടയിൽ ഏറ്റവും അധികമായ സാമീപ്യം സുജൂദിൻ്റെ സമയത്തുണ്ടാകുന്നു. 17, സ്വർഗത്തിൻ്റെ താക്കോൽ നമസ്കാരമാകുന്നു. 18, മനുഷ്യൻ നമസ്കാരത്തിനു വേണ്ടി നിൽക്കുമ്പോൾ സ്വർഗത്തിൻ്റെ വാതിൽ തുറക്കപ്പെടുകയും അവൻ ചുമയ്ക്കുകയോ മറ്റോ ചെയ്യാത്തിടത്തോളം സമയം അല്ലാഹുവിൻ്റെയും അവൻ്റെയും ഇടയിലുള്ള മറനീക്കപ്പെടുകയും ചെയ്യുന്നു. 19, നമസ്കരിക്കുന്നവൻ രാജാതിരാജൻ്റെ കതക് മുട്ടുന്നവനാണ്. മുട്ടിക്കൊണ്ടേയിരിക്കുന്നവന് തുറക്കപ്പെടുമെന്നത് പൊതുനിയമമാണ്. 20, ദീനിൽ നമസ്കാരത്തിനുള്ള സ്ഥാനം ശരീരത്തിൽ ശിരസ്സിനുള്ള സ്ഥാനം പോലെയാണ്. 21, നമസ്കാരം ഹൃദയത്തിൻ്റെ പ്രകാശമാണ്. ആരെങ്കിലും തൻ്റെ ഹൃദയത്തെ പ്രകാശമാക്കി തീർക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ നമസ്കാരം മുഖേന അത് അവൻ സാധിച്ചുകൊള്ളട്ടെ. 22, ആരെങ്കിലും നല്ലവണ്ണം ഉളൂ ചെയ്തതിന് ശേഷം ശരിയായ ഭയഭക്തിയോടുകൂടി 2-4 റക്അത്ത് നമസ്കരിച്ചുകൊണ്ട് അല്ലാഹുവിനോട് പാപമോചനത്തിനായി തേടിയാൽ നിശ്ചയമായും അല്ലാഹു അവന് മാപ്പ് ചെയ്തു കൊടുക്കുന്നതാണ്. 23, ഭൂമിയുടെ ഏതെങ്കിലും ഭാഗത്ത് വെച്ച് നമസ്കാരത്തിലൂടെ അല്ലാഹുവിനെ സ്മരിക്കുന്നതായാൽ ഇതര ഭാഗങ്ങളോട് ആ സ്ഥലം അഭിമാനം കൊള്ളുന്നതാണ്. 24, ഒരു മനുഷ്യൻ 2 റക്അത്ത് നമസ്കരിച്ചുകൊണ്ട് ഏതെങ്കിലും കാര്യത്തിനായി ദുആ ഇരക്കുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു തആല അതിനെ കബൂൽ ചെയ്യുന്നതാണ്. ഒന്നുകിൽ പെട്ടെന്നു തന്നെ നൽകും, അല്ലെങ്കിൽ ഏതെങ്കിലും നന്മയ്ക്ക് വേണ്ടി പിന്തിച്ച് അത് കൊടുക്കും. എന്നാൽ കബൂൽ ചെയ്യപ്പെടുമെന്നുള്ളത് തീർച്ചയാണ്. 25, ഒരാൾ അല്ലാഹുവും അവൻ്റെ മലക്കുകളുമല്ലാതെ മറ്റാരും അറിയാത്തവണ്ണം ഒറ്റയ്ക്ക് 2 റക്അത്ത് നമസ്കരിച്ചാൽ അവന് നരകാഗ്നിയിൽ നിന്ന് മോചനം ലഭിക്കുന്നതാണ്. 26, ഒരാൾ ഒരു ഫർള് നമസ്കാരം നിർവഹിച്ചാൽ അല്ലാഹുവിൻ്റെ തിരുസന്നിധിയിൽ മഖ്ബൂലായ ഒരു ദുആ അവനുണ്ടാവുന്നതാണ്. 27, ആരെങ്കിലും 5 നേരത്തെ നമസ്കാരത്തിന് ശരിയായ പരിഗണന നൽകുകയും അതിൻ്റെ റുക്കൂ, സുജൂദ്, വുളൂ മുതലായവ നല്ല രീതിയിൽ പൂർത്തീകരിക്കുകയും ചെയ്താൽ സ്വർഗം അവന് വാജിബ്, അതായത് നിർബന്ധം ആയിത്തീരുകയും നരകം അവന് ഹറാം ആയിത്തീരുകയും ചെയ്യുന്നതാണ്. 28, ഒരു മുസ്ലിം 5 നേരത്തെ നമസ്കാരത്തിന് ശരിയായ പരിഗണന നൽകി നിർവഹിക്കുമ്പോൾ ശൈത്താൻ അവനെ ഭയന്നുകൊണ്ടിരിക്കും. അവൻ നമസ്കാരത്തിൽ കുഴപ്പം കാണിക്കാൻ തുടങ്ങിയാൽ ശൈത്താന് ആ വ്യക്തിയുടെ മേൽ ധൈര്യം ഉണ്ടാവുകയും ഏതെങ്കിലും നിലയിൽ അവനെ വഴിതെറ്റിക്കാമെന്നുള്ള ആശയമുണ്ടാവുകയും ചെയ്യുന്നു. 29, സർവ്വ അമലുകളെക്കാളും ശ്രേഷ്ഠമായത് ആദ്യ സമയത്ത് നമസ്കരിക്കലാണ്.
30 നമസ്കാരം ഓരോ മുത്തക്കിയുടെയും ത്യാഗമാണ്. 31 അള്ളാഹുവിൻ്റെ അടുക്കൽ എല്ലാത്തിനേക്കാളും കൂടുതൽ പ്രിയങ്കരമായത് നമസ്കാരം ആദ്യ സമയത്ത് തന്നെ നിർവഹിക്കലാണ്. 32 സുബഹി സമയത്ത് നമസ്കാരത്തിനായി പോകുന്നവൻ കയ്യിൽ ഈമാനിൻ്റെ കൊടിയുമേന്തി പോകുന്നു. അങ്ങാടിയിൽ പോകുന്നവൻ കയ്യിൽ ശൈത്താൻ്റെ കൊടിയുമേന്തി പോകുന്നു. 33 ളുഹർ നമസ്കാരത്തിന് മുമ്പുള്ള 4 റക്അത്ത് സുന്നത്ത് നമസ്കാരത്തിൻ്റെ സവാബ് തഹജ്ജുദ് സമയത്തുള്ള 4 റക്അത്തിൻ്റെ സവാബ് പോലെയാണ്. 34 ളുഹറിന് മുമ്പുള്ള 4 റക്അത്തും തഹജ്ജുദിൻ്റെ 4 റക്അത്തും തുല്യമാണ്. 35 മനുഷ്യൻ നമസ്കാരത്തിനു വേണ്ടി നിൽക്കുമ്പോൾ ഇലാഹിയായ റഹ്മത്ത് അവൻ്റെ മേൽ വർഷിക്കുന്നു. 36 ഏറ്റവും മഹത്തായ നമസ്കാരം പാതിരാത്രിയിലുള്ള നമസ്കാരമാണ്. എന്നാൽ അത് നിർവഹിക്കുന്നവർ വളരെ വിരളമാണ്. 37 ഹൽറത്ത് ജിബ്രീൽ അലൈഹിസ്സലാം എൻ്റെ അടുക്കൽ വന്ന് എന്നെ നോക്കി ഇപ്രകാരം പറഞ്ഞു: ഓ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങൾ എത്രകാലം ജീവിച്ചിരുന്നാലും അവസാനം ഒരു ദിവസം മരണമടയും. ആരെ സ്നേഹിച്ചാലും ശരി, അവസാനം ഒരു ദിവസം വിട്ടുപിരിയേണ്ടി വരും. ഏതു വിധത്തിലുള്ള പ്രവർത്തികൾ, നന്മയാകട്ടെ തിന്മയാകട്ടെ, ചെയ്താലും ശരി, നിശ്ചയം പ്രതിഫലം നൽകപ്പെടും. മൂമിനിൻ്റെ പദവി തഹജ്ജുദ് നമസ്കാരത്തിലും മൂമിനിൻ്റെ ഇസ്സത്ത് അന്യാശ്രയവുമില്ലാത്ത ജീവിതത്തിലുമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. 38 രാത്രിയുടെ അവസാനം 2 റക്അത്ത് നമസ്കരിക്കുന്നത് ഈ ലോകത്തുള്ള സർവ്വതിനേക്കാളും മഹത്വമുള്ളതാണ്. എൻ്റെ ഉമ്മത്തികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുമെന്നുള്ള ഭയമുണ്ടായിരുന്നില്ലെങ്കിൽ തഹജ്ജുദ് നമസ്കാരം അവർക്ക് ഫർളാക്കുമായിരുന്നു. 39 തഹജ്ജുദ് തീർച്ചയായും നമസ്കരിച്ചു കൊണ്ടിരിക്കുക. തഹജ്ജുദ് സ്വാലിഹീങ്ങളുടെ മാർഗമാണ്. അത് അള്ളാഹുവുമായി അടുക്കുന്നതിന് കാരണമാണ്. തഹജ്ജുദ് പാപങ്ങളിൽ നിന്നും തടയുന്നു. തെറ്റുകൾ മാപ്പു ചെയ്യപ്പെടുന്നതിന് കാരണമാകുന്നു. ശരീരത്തിന് ആരോഗ്യം ഉണ്ടാക്കുന്നു. 40 അള്ളാഹു സുബ്ഹാനഹു തആല ആജ്ഞാപിക്കുന്നു: അല്ലയോ ആദമിൻ്റെ മകനെ, പകലിൻ്റെ ആരംഭത്തിൽ 4 റക്അത്ത് നമസ്കരിക്കുന്നതിൽ നീ അലസത കാണിക്കരുത്. ഞാൻ പകൽ മുഴുവൻ നിൻ്റെ കാര്യങ്ങൾ ഏറ്റെടുത്തുകൊള്ളാം. ഹദീസ് ഗ്രന്ഥങ്ങളിൽ വളരെ കൂടുതലായി നമസ്കാരത്തിൻ്റെ മഹത്വങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. 40 ഹദീസുകളെ പറയുക എന്ന ഉദ്ദേശത്തിൽ ഇത്രയും കൊണ്ട് മതിയാക്കുന്നു. ഇത് എല്ലാം ഒരാൾ മനഃപ്പാഠമാക്കിയാൽ 40 ഹദീസ് പാഠമാക്കിയ മഹത്വം ലഭിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നാം ഓരോരുത്തരെയും ഈ 40 ഹദീസ് മനഃപ്പാഠമാക്കിയവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ.